പ്രിയരെ, സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ലൂക്ക 19 അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യേശുനാഥന്റെ ജെറുസലേം പ്രവേശനം ഉൾപ്പെടുന്ന അധ്യായം കൂടിയാണിത്. ആ ഓർമ്മകൾ ഉണർത്തുന്ന ദിവസമാണല്ലോ നാളെ. ഈ അവസരത്തിൽ ഈ വീഡിയോ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക്. 1. വിശുദ്ധ ലൂക്ക 19 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 48 വാക്യങ്ങൾ. 2. വിശുദ്ധ ലൂക്ക 19 അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? 4 ശീർഷകങ്ങൾ. 3. വിശുദ്ധ ലൂക്ക 19 അധ്യായത്തിലെ ആദ്യ ശീർഷകം എന്താണ്? സക്കേവുസിന്റെ ഭവനത്തിൽ. 4. വിശുദ്ധ ലൂക്ക 19:1 പ്രകാരം എവിടെ പ്രവേശിച്ച് ഏതിലൂടെയാണ് യേശു കടന്നു പോകുകയായിരുന്നത്? ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ. 5. ജെറീക്കോയിൽ ഉണ്ടായിരുന്ന ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായ മനുഷ്യൻ ആരായിരുന്നു? സക്കേവൂസ്. 6. സക്കേവൂസ് ഏത് ദേശക്കാരനാണ്? ജെറീക്കോക്കാരൻ. 7. സക്കേവൂസ് ആഗ്രഹിച്ചത് എന്താണ്? യേശു ആരെന്ന് കാണാൻ. 8. സക്കേവൂസ് യേശു ആരെന്ന് കാണാൻ ആഗ്രഹിച്ചെങ്കിലും എവിടെ നിന്നുകൊണ്ടാണ് അവന് സാധ്യമല്ലാതിരുന്നത്? ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട്. 9. സക്കേവൂസ് യേശു ആരെന്ന് കാണാൻ ആഗ്രഹിച്ചെങ്കിലും ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവന് സാധ്യമല്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? സക്കേവൂസിന് പൊക്കം കുറവായിരുന്നതിനാൽ. 10. യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് എന്താണ് ചെയ്തത്? സക്കേവൂസ് യേശുവിന്റെ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. 11. ജെറീക്കോയിൽ യേശു ഏതിലെയാണ് പോകാനിരുന്നത്? സക്കേവൂസ് കയറിയിരുന്ന മരത്തിനരികിലൂടെ. 12. യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് കയറിയിരുന്ന വൃക്ഷത്തിന്റെ പേരെന്താണ്? സിക്കമൂർ മരം. 13. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഇത് യേശു സക്കേവൂസിനോട് എങ്ങനെയാണ് പറഞ്ഞത്? മുകളിലേക്ക് നോക്കി പറഞ്ഞു. 14. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഇത് യേശു സക്കേവൂസിനോട് എവിടെ വെച്ചാണ് പറഞ്ഞത്? സിക്കമൂർ മരത്തിനടുത്ത് വെച്ച്. 15. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഇത് യേശു സക്കേവൂസ് എവിടെയായിരുന്നപ്പോഴാണ് പറഞ്ഞത്? സക്കേവൂസ് സിക്കമൂർ മരത്തിന് മുകളിലായിരുന്നപ്പോൾ. 16. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഇത് ആരോട് പറഞ്ഞതാണ്? യേശു സക്കേവൂസിനോട്. 17. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ യേശു പറഞ്ഞപ്പോൾ സക്കേവൂസ് എന്താണ് ചെയ്തത്? സക്കേവൂസ് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചു. 18. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ യേശു പറഞ്ഞപ്പോൾ സക്കേവൂസ് തിടുക്കത്തിൽ സിക്കമൂർ മരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് യേശുവിനെ സ്വീകരിച്ചത് കണ്ടപ്പോൾ അവരെല്ലാവരും എന്താണ് ചെയ്തത്? പിറുപിറുത്തു. 19. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ സക്കേവൂസിനോട് യേശു പറഞ്ഞപ്പോൾ അവരെല്ലാവരും എന്താണ് പറഞ്ഞത്? ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. 20. അവരെല്ലാവരും സക്കേവൂസിനെ ആരെന്നാണ് പറഞ്ഞത്? പാപി എന്ന്. 21. തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ച യേശുവിനോട് സക്കേവൂസ് ദരിദ്രർക്ക് എന്ത് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്? തൻ്റെ സ്വത്തിൻ്റെ പകുതി. 22. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചു കൊടുക്കുന്നു എന്നാണ് സക്കേവൂസ് പറഞ്ഞത്? 4 ഇരട്ടിയായി. 23. സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നുവെന്നും ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നുവെന്നും സക്കേവൂസ് പറഞ്ഞപ്പോൾ യേശു അവനോട് എന്താണ് പറഞ്ഞത്? ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. 24. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞത് ഏത് ഭവനത്തെക്കുറിച്ചാണ്?
സക്കേവൂസിന്റെ ഭവനത്തെക്കുറിച്ച്. 25 സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നുവെന്നും ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നുവെന്നും സക്കേവൂസ് പറഞ്ഞപ്പോൾ യേശു അവനോട്, ഈ ഭവനത്തിന് എന്ത് ലഭിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? രക്ഷ. 26 സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നുവെന്നും ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നുവെന്നും സക്കേവൂസ് പറഞ്ഞപ്പോൾ യേശു അവനെ എന്താണ് വിളിച്ചത്? അബ്രഹാത്തിന്റെ പുത്രൻ. 27 മനുഷ്യപുത്രൻ എന്തിനു വന്നിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. 28 വിശുദ്ധ ലൂക്ക 19 അധ്യായം 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? 10 നാണയത്തിന്റെ ഉപമ. 29 എവിടെയായിരുന്നപ്പോഴാണ് യേശു 10 നാണയത്തിന്റെ ഉപമ പറഞ്ഞത്? ജെറുസലേമിന് സമീപം. 30 10 നാണയത്തിന്റെ ഉപമ യേശു പറയുന്നത് കേട്ടുകൊണ്ടിരുന്നവർ എന്താണ് വിചാരിച്ചത്? ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന്. 31 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ ഒരു പ്രഭു എന്തിനു വേണ്ടിയാണ് ദൂരദേശത്തേക്ക് പോയത്? രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ. 32 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി പോയപ്പോൾ ഭൃത്യന്മാരിൽ എത്ര പേരെ വിളിച്ചാണ് 10 നാണയം അവരെ ഏൽപ്പിച്ചത്? ഭൃത്യന്മാരിൽ 10 പേരെ. 33 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി പോയപ്പോൾ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് എത്ര നാണയമാണ് അവരെ ഏൽപ്പിച്ചത്? 10 നാണയം. 34 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ ദൂരദേശത്തേക്ക് പോകുന്ന പ്രഭു 10 ഭൃത്യന്മാർക്ക് 10 നാണയം ഏൽപ്പിച്ച് അതുകൊണ്ട് താൻ തിരിച്ചു വരുന്നതുവരെ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? വ്യാപാരം ചെയ്യാൻ. 35 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ ദൂരദേശത്തേക്ക് പോകുന്ന പ്രഭു 10 ഭൃത്യന്മാർക്ക് 10 നാണയം ഏൽപ്പിച്ച് അതുകൊണ്ട് ഏതുവരെ വ്യാപാരം ചെയ്യാനാണ് പറഞ്ഞത്? പ്രഭു തിരിച്ചു വരുന്നതുവരെ. 36 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ പ്രഭുവിനെ വെറുത്തിരുന്നത് ആരാണ്? അവന്റെ പൗരന്മാർ. 37 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ ദൂരദേശത്തേക്ക് പോയ പ്രഭുവിന്റെ പിന്നാലെ അവന്റെ പൗരന്മാർ ആരെയാണ് അയച്ചത്? ഒരു പ്രതിനിധി സംഘത്തെ. 38 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ ദൂരദേശത്തേക്ക് പോയ പ്രഭുവിന്റെ ആരാണ് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചത്? പ്രഭുവിന്റെ പൗരന്മാർ. 39 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ ദൂരദേശത്തേക്ക് പോയ പ്രഭുവിന്റെ പിന്നാലെ അവന്റെ പൗരന്മാർ എന്തുമായാണ് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചത്? ഒരു നിവേദനവുമായി. 40 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ ദൂരദേശത്തേക്ക് പോയ പ്രഭുവിന്റെ പിന്നാലെ അവന്റെ പൗരന്മാർ എന്ത് നിവേദനവുമായാണ് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചത്? പ്രഭു ഭരിക്കുന്നത് തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി. 41 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ ദൂരദേശത്തേക്ക് പോയ പ്രഭു എങ്ങനെയാണ് തിരിച്ചു വന്നത്? രാജപദവി സ്വീകരിച്ച്. 42 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്ന പ്രഭു താൻ പണം ഏൽപ്പിച്ച ഭൃത്യന്മാരെ വിളിക്കാൻ കൽപ്പിച്ചത് എന്തിനാണ്? വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്ന് അറിയുന്നതിന്. 43 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ തന്നെ ഏൽപ്പിച്ച 10 നാണയം കൊണ്ട് എന്ത് നേടിയെന്നാണ് ഒന്നാമൻ യജമാനനോട് പറഞ്ഞത്? 10 നാണയം കൂടി. 44 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ 10 നാണയം കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒന്നാമനെ യജമാനൻ വിളിച്ചത് എന്താണ്? നല്ലവനായ ഭൃത്യ എന്ന്. 45 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ വ്യാപാരം ചെയ്ത് 10 കൂടി നേടിയ ഭൃത്യന് യജമാനൻ എന്ത് സമ്മാനമാണ് നൽകിയത്? 10 നഗരങ്ങളുടെ മേൽ അധികാരിയാക്കി. 46 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ 10 നാണയം കൂടി നേടിയ ഭൃത്യൻ എന്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ടാണ്
10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കുമെന്ന് യജമാനൻ പറഞ്ഞത് ചെറിയ കാര്യങ്ങളിൽ. 47 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ വ്യാപാരം ചെയ്ത് എന്ത് നേടിയെന്നാണ് രണ്ടാമൻ യജമാനനോട് പറഞ്ഞത്? 5 നാണയം കൂടി. 48 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ 5 നാണയം കൂടി നേടിയ രണ്ടാമൻ എന്തായിരിക്കുമെന്നാണ് യജമാനൻ പറഞ്ഞത്? 5 നഗരങ്ങളുടെ മേൽ അധികാരിയായിരിക്കുമെന്ന്. 49 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ തനിക്ക് ലഭിച്ച നാണയം എന്ത് ചെയ്തു എന്നാണ് വേറൊരുവൻ യജമാനനോട് പറഞ്ഞത്? തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചു എന്ന്. 50 യേശു പറഞ്ഞ നാണയത്തിന്റെ ഉപമയിൽ യജമാനനെ ഭയമായിരുന്നത് ആർക്കാണ്? വേറൊരുവന്. 51 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ വേറൊരുവൻ തൻ്റെ യജമാനനെക്കുറിച്ച് എത്ര കാര്യങ്ങളാണ് അവനോട് പറഞ്ഞത്? 4 കാര്യങ്ങൾ. 52 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ വേറൊരുവൻ തൻ്റെ യജമാനനെക്കുറിച്ച് അവനോട് പറഞ്ഞതിൽ ആദ്യത്തേത് എന്താണ്? നിന്നെ എനിക്ക് ഭയമായിരുന്നു. 53 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ വേറൊരുവൻ തൻ്റെ യജമാനനെക്കുറിച്ച് അവനോട് പറഞ്ഞതിൽ രണ്ടാമത്തേത് എന്താണ്? കർക്കശക്കാരൻ. 54 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ വേറൊരുവൻ തൻ്റെ യജമാനനെക്കുറിച്ച് അവനോട് പറഞ്ഞതിൽ മൂന്നാമത്തേത് എന്താണ്? വയ്ക്കാത്തത് എടുക്കുന്നവൻ. 55 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ വേറൊരുവൻ തൻ്റെ യജമാനനെക്കുറിച്ച് അവനോട് പറഞ്ഞതിൽ നാലാമത്തേത് എന്താണ്? വിതയ്ക്കാത്തത് കൊയ്യുന്നവൻ. 56 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ നീ കർക്കശക്കാരനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമെന്ന് ആരെക്കുറിച്ചാണ് വേറൊരുവൻ പറഞ്ഞത്? തൻ്റെ യജമാനനെക്കുറിച്ച്. 57 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ യജമാനൻ ദുഷ്ടഭൃത്യ എന്ന് വിളിച്ചത് ആരെയാണ്? വേറൊരുവനെ. 58 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ ദുഷ്ടഭൃത്യനെ എങ്ങനെ വിധിക്കുമെന്നാണ് യജമാനൻ പറഞ്ഞത്? അവന്റെ വാക്കുകൊണ്ട് തന്നെ. 59 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ താൻ എങ്ങനെയുള്ളവൻ എന്ന് അറിഞ്ഞിരുന്നല്ലോ എന്നാണ് മൂന്നാമത്തെ ഭൃത്യനോട് യജമാനൻ ചോദിച്ചത്. കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമെന്ന്. 60 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ തൻ്റെ പണം എന്തുകൊണ്ട് ആരെ ഏൽപ്പിച്ചില്ല എന്നാണ് യജമാനൻ മൂന്നാമത്തെ ഭൃത്യനോട് ചോദിച്ചത്? പണമിടപാടുകാരെ. 61 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ തൻ്റെ പണം പണമിടപാടുകാരെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ താൻ മടങ്ങി വരുമ്പോൾ അത് എങ്ങനെ തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ എന്നാണ് യജമാനൻ ചോദിച്ചത്? പലിശയോടുകൂടി. 62 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ മൂന്നാം ഭൃത്യന്റെ നാണയമെടുത്ത് ആർക്ക് കൊടുക്കാനാണ് യജമാനൻ പറഞ്ഞത്? 10 നാണയമുള്ളവന്. 63 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ ചുറ്റും നിന്നിരുന്നവരോട് യജമാനൻ ആദ്യം പറഞ്ഞത് എന്താണ്? വേറൊരുവനിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. 64 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ മൂന്നാം ഭൃത്യന്റെ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക എന്ന് യജമാനൻ ചുറ്റുമുള്ളവരോട് പറഞ്ഞപ്പോൾ അവരെന്താണ് പറഞ്ഞത്? അവന് 10 നാണയമുണ്ടല്ലോ എന്ന്. 65 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ ആർക്കാണ് കൊടുക്കപ്പെടുമെന്ന് യജമാനൻ പറഞ്ഞത്? ഉള്ളവന്. 66 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ ആരിൽ നിന്നാണ് ഉള്ളതുപോലും എടുക്കപ്പെടുമെന്ന് യജമാനൻ പറഞ്ഞത്? ഇല്ലാത്തവനിൽ നിന്ന്. 67 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ യജമാനൻ ചുറ്റും നിന്നിരുന്നവരോട് രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. 68 യേശു പറഞ്ഞ 10 നാണയത്തിന്റെ ഉപമയിൽ ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും എന്ന് യജമാനൻ പറഞ്ഞത് ആരോടാണ്? ചുറ്റും നിന്നിരുന്നവരോട്.
69 യേശു പറഞ്ഞ 10 നാണയത്തിൻ്റെ ഉപമയിൽ ചുറ്റും നിന്നിരുന്നവരോട് യജമാനൻ മൂന്നാമത് പറഞ്ഞത് എന്താണ്? ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് കൊന്നുകളയുവിൻ. 70 യേശു പറഞ്ഞ 10 നാണയത്തിൻ്റെ ഉപമയിൽ താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന തൻ്റെ ശത്രുക്കളെ എന്ത് ചെയ്യാനാണ് യജമാനൻ ചുറ്റും നിന്നിരുന്നവരോട് കൽപ്പിച്ചത്? യജമാനൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയാൻ. 71 വിശുദ്ധ ലൂക്ക 19-ാം അധ്യായം 28 മുതൽ 44 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം. 72 10 നാണയത്തിൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു എവിടേക്കുള്ള യാത്രയാണ് തുടർന്നത്? ജെറുസലേമിലേക്കുള്ള യാത്ര. 73 ബെത്ഫഗെ, ബഥാനിയ എന്നിവ എവിടെയുള്ള സ്ഥലങ്ങളാണ്? ഒലിവ് മലയ്ക്കരികിലെയുള്ള സ്ഥലങ്ങൾ. 74 ജെറുസലേം പ്രവേശനത്തിനുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരാൻ 2 ശിഷ്യന്മാരെ അയച്ചത് യേശു ഏതൊക്കെ സ്ഥലങ്ങളെ സമീപിച്ചപ്പോഴാണ്? ബെത്ഫഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ. 75 ജെറുസലേം പ്രവേശനത്തിനുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരാൻ ബെത്ഫഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ യേശു ആരെയൊക്കെയാണ് നിർദ്ദേശിച്ചയച്ചത്? 2 ശിഷ്യന്മാരെ. 76 ജെറുസലേം പ്രവേശനത്തിനുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരാൻ എവിടേക്ക് പോകാനാണ് യേശു 2 ശിഷ്യന്മാരെ നിർദ്ദേശിച്ചയച്ചത്? എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക്. 77 ജെറുസലേം പ്രവേശനത്തിനുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരാൻ എതിരെ കാണുന്ന ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെയുള്ള കഴുതക്കുട്ടിയെ അവിടെ കാണുമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ. 78 ജെറുസലേം പ്രവേശനത്തിന് എന്തിനെ അഴിച്ചുകൊണ്ടുവരാനാണ് യേശു 2 ശിഷ്യന്മാരോട് നിർദ്ദേശിച്ചത്? ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ. 79 ജെറുസലേം പ്രവേശനത്തിന് യേശു തിരഞ്ഞെടുത്ത കഴുതക്കുട്ടിയുടെ പ്രത്യേകത എന്താണ്? ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടി. 80 കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന് പോയ 2 ശിഷ്യന്മാരോട് നിങ്ങളതിനെ അഴിക്കുന്നത് എന്തിന് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയാനാണ് യേശു പറഞ്ഞത്? കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. 81 ജെറുസലേം പ്രവേശനത്തിനുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരാൻ അയക്കപ്പെട്ടവർ പോയി എന്താണ് കണ്ടത്? യേശു പറഞ്ഞതുപോലെ കണ്ടു. 82 ശിഷ്യന്മാർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ ആരാണ് എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചത്? കഴുതക്കുട്ടിയുടെ ഉടമസ്ഥൻ. 83 ശിഷ്യന്മാർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞതെന്താണ്? കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. 84 കഴുതക്കുട്ടിയെ അഴിച്ച് ശിഷ്യന്മാർ എവിടേക്കാണ് കൊണ്ടുവന്നത്? യേശുവിൻ്റെ അടുക്കൽ. 85 ജെറുസലേം പ്രവേശനത്തിന് കൊണ്ടുവന്ന കഴുതക്കുട്ടിയുടെ പുറത്ത് യേശുവിനെ അവർ ഇരുത്തുന്നതിന് മുൻപ് എന്താണ് ചെയ്തത്? അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ചു. 86 യേശു കഴുതക്കുട്ടിയുടെ പുറത്തിരുന്ന് കടന്നു പോകുമ്പോൾ ജനങ്ങൾ എന്താണ് ചെയ്തത്? വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. 87 ജെറുസലേം പ്രവേശനത്തിന് വേണ്ടി യേശു എവിടെ എത്തിയപ്പോഴാണ് ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്? പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപമെത്തിയപ്പോൾ. 88 ജെറുസലേം പ്രവേശനത്തിന് വേണ്ടി യേശു പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപമെത്തിയപ്പോൾ ആരാണ് തങ്ങൾ കണ്ട അത്ഭുത പ്രവൃത്തികളെപ്പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്? ശിഷ്യഗണം മുഴുവൻ. 89 ജെറുസലേം പ്രവേശനത്തിന് വേണ്ടി യേശു കഴുതക്കുട്ടിയുടെ പുറത്തു കയറി പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപമെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് എന്താണ് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്? തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി. 90 യേശു കഴുതക്കുട്ടിയുടെ പുറത്തു കയറി ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം നടത്തിയപ്പോൾ ഏത് രാജാവ് അനുഗ്രഹീതൻ എന്നാണ് ശിഷ്യന്മാർ ആർത്തു വിളിച്ചത്? കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ്. 91 യേശു കഴുതക്കുട്ടിയുടെ പുറത്തു കയറി
ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം നടത്തിയപ്പോൾ എവിടെ സമാധാനം എന്നാണ് ശിഷ്യന്മാർ ആർത്തു വിളിച്ചത്. സ്വർഗത്തിൽ സമാധാനം. 92 യേശു കഴുതക്കുട്ടിയുടെ പുറത്തു കയറി ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം നടത്തിയപ്പോൾ എവിടെ മഹത്വമെന്നാണ് ശിഷ്യന്മാർ ആർത്തു വിളിച്ചത്. അത്യുന്നതങ്ങളിൽ മഹത്വം. 93 യേശു കഴുതക്കുട്ടിയുടെ പുറത്തു കയറി ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം നടത്തിയപ്പോൾ ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസേയർ യേശുവിനെ അഭിസംബോധന ചെയ്തത് എന്താണ്? ഗുരോ എന്ന്. 94 യേശു കഴുതക്കുട്ടിയുടെ പുറത്തു കയറി ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം നടത്തിയപ്പോൾ ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസേയർ യേശുവിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? ശിഷ്യന്മാരെ ശാസിക്കുക എന്ന്. 95 ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് നിങ്ങളോട് പറയുന്നു. ഇത് ആരോട് പറഞ്ഞു? യേശു ചില ഫരിസേയരോട്. 96 ശിഷ്യന്മാർ എന്തു ചെയ്താൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്നാണ് യേശു ചില ഫരിസേയരോട് പറഞ്ഞത്? ശിഷ്യന്മാർ മൗനം ഭജിച്ചാൽ. 97 ശിഷ്യന്മാർ മൗനം ഭജിച്ചാൽ എന്ത് ആർത്തു വിളിക്കുമെന്നാണ് യേശു ചില ഫരിസേയരോട് പറഞ്ഞത്? ഈ കല്ലുകൾ. 98 ഏത് പട്ടണം അടുത്തു വന്ന് കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് യേശു വിലപിച്ചുകൊണ്ട് പറഞ്ഞത്? ജെറുസലേം പട്ടണം അടുത്തു വന്ന് കണ്ടപ്പോൾ. 99 സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് യേശു വിലപിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ജെറുസലേം പട്ടണത്തെക്കുറിച്ച്. 100 ഇപ്പോൾ ജെറുസലേം പട്ടണത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എന്ത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? സമാധാനത്തിനുള്ള മാർഗങ്ങൾ. 101 ആര് ജെറുസലേം പട്ടണത്തിനു ചുറ്റും പാളയമടിച്ച് അതിനെ വളയുകയും എല്ലാ ഭാഗത്തു നിന്ന് ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരുമെന്നാണ് യേശു വിലപിച്ചുകൊണ്ട് പറഞ്ഞത്? ശത്രുക്കൾ. 102 ശത്രുക്കൾ ജെറുസലേം പട്ടണത്തിന് ചുറ്റും പാളയമടിച്ച് അതിനെ വളയുകയും പിന്നെ അതിനെ എന്ത് ചെയ്യുന്ന ദിവസങ്ങൾ വരുമെന്നാണ് യേശു വിലപിച്ചുകൊണ്ട് പറയുന്നത്? അതിനെ എല്ലാ ഭാഗത്തു നിന്ന് ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ. 103 നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. യേശു ഇങ്ങനെ പ്രവചിച്ചത് എന്തിനെക്കുറിച്ചാണ്? ജെറുസലേം പട്ടണത്തെക്കുറിച്ച്. 104 ആരുടെ സന്ദർശനം നീ അറിഞ്ഞില്ല എന്ന് യേശു പറഞ്ഞത് എന്തിനോടാണ്? ജെറുസലേം പട്ടണത്തോട്. 105 വിശുദ്ധ ലൂക്ക 19 അധ്യായം 45 മുതൽ 48 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? ദേവാലയ ശുദ്ധീകരണം. 106 യേശു എവിടെ പ്രവേശിച്ചാണ് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങിയത്? ദേവാലയത്തിൽ പ്രവേശിച്ച്. 107 യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ നിന്ന് ആരെയാണ് പുറത്താക്കാൻ തുടങ്ങിയത്? കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ. 108 എൻ്റെ ആലയം എങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? പ്രാർത്ഥനാലയം. 109 പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ ആലയത്തെ അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവർ അതിനെ എന്താക്കി എന്നാണ് യേശു പറഞ്ഞത്? കവർച്ചക്കാരുടെ ഗുഹ. 110 എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. ഇത് ആരോട് പറഞ്ഞു? യേശു ജെറുസലേം ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരോട്. 111 ദിവസവും യേശു എവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ദേവാലയത്തിൽ. 112 യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആരൊക്കെയാണ്? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. 113 പുരോഹിത പ്രമുഖന്മാർക്കും നിയമജ്ഞർക്കും ജനപ്രമാണികൾക്കും യേശുവിനെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ജനങ്ങളെല്ലാം യേശുവിൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നതിനാൽ. 114 ആരാണ് യേശുവിൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നത്? ജനങ്ങളെല്ലാം. 115 വിശുദ്ധ ലൂക്ക 19:7 സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവ? വിശുദ്ധ ലൂക്ക 5 അധ്യായം 29 30 വാക്യങ്ങളും വിശുദ്ധ ലൂക്ക 15 അധ്യായം 1-2 വാക്യങ്ങളും. 116 വിശുദ്ധ ലൂക്ക 19:8 സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവ? പുറപ്പാട് 22 അധ്യായം 1 വാക്യവും ലേവ്യർ 6 അധ്യായം
5-ാം വാക്യവും സംഖ്യ 5-ാം അധ്യായം 6-ഉം 7-ഉം വാക്യങ്ങളും. 117 വിശുദ്ധ ലൂക്ക 19:38 സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? സങ്കീർത്തനങ്ങൾ 118-ാം അധ്യായം 26-ാം വാക്യം. 118 വിശുദ്ധ ലൂക്ക 19:46 സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ്? യേശയ്യ 56-ാം അധ്യായം 7-ാം വാക്യം. 119 വിശുദ്ധ ലൂക്ക 19-ാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത്? 2 ചോദ്യങ്ങൾ. 120 വിശുദ്ധ ലൂക്ക 19-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന ഇസ്രായേൽ പൂർവ്വപിതാവ് ആരാണ്? അബ്രാഹം.